ഒന്ന് ദിനവൃത്താന്തം അധ്യായം 2 യൂദായുടെ സന്തതികൾ 25 മുതൽ 55 വരെ വാക്യങ്ങൾ. ഹെസ്രോന്റെ ആദിജാതനായ യറഹ്മേലിൻ്റെ പുത്രന്മാർ ആദിജാതനായ റാമും ബുന, ഓരൻ, ഓസം, അഹിയ എന്നിവരും. യറഹ്മേലിന് അതാറ എന്ന വേറൊരു ഭാര്യയും ഉണ്ടായിരുന്നു. ഓനാം ജനിച്ചത് അവളിൽ നിന്നാണ്. യറഹ്മേലിൻ്റെ ആദിജാതനായ റാമിൻ്റെ പുത്രന്മാർ മാസ്, യാമിൻ, എക്കർ. ഓനാമിൻ്റെ പുത്രന്മാർ ഷമ്മായി, യാദ. ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ്, അബിഷൂർ. അബിഷൂറിൻ്റെ ഭാര്യ അബിഹായിൽ. അവളിൽ അഹ്ബാൻ, മോലിദ് എന്നിവർ ജനിച്ചു. നാദാമിൻ്റെ പുത്രന്മാർ സേലദ്, അഫായിം. സേലദ് മക്കളില്ലാതെ മരിച്ചു. അഫായിമിൻ്റെ പുത്രനാണ് ഇഷി. ഇഷിയുടെ പുത്രൻ ശേഷാൻ. ശേഷാൻ്റെ പുത്രൻ അഹ്ലായി. ഷമ്മായിയുടെ സഹോദരൻ യാദായുടെ പുത്രന്മാർ യഥർ, ജോനാഥൻ. യഥർ മക്കളില്ലാതെ മരിച്ചു. ജോനാഥൻ്റെ പുത്രന്മാർ പേലെത്ത്, സാസ. ഇവർ യറഹ്മേലിൻ്റെ വംശത്തിൽപ്പെടുന്നു. ശേഷാന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈജിപ്തുകാരനായ യർഹ എന്ന ഒരു ദാസൻ ഉണ്ടായിരുന്നു. ശേഷാൻ തൻ്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അവൾക്ക് അത്തായി എന്നൊരു പുത്രൻ ജനിച്ചു. അത്തായി നാഥാൻ്റെയും നാഥാൻ സാബാദിൻ്റെയും പിതാവാകുന്നു. സാബാദിന് എഫ്ലാലും എഫ്ലാലിന് ഓബദും ജനിച്ചു. ഓബദ് യേഹുവിൻ്റെയും യേഹു അസറിയായുടെയും പിതാവാണ്. അസറിയായ്ക്ക് ഹേലസും ഹേലസിന് എലേയാസായും ജനിച്ചു. എലേയാസ സിസ്മായുടെയും സിസ്മായി ശല്ലുമിൻ്റെയും പിതാവാണ്. ശല്ലുമിന് യക്കാമിയായും യക്കാമിയായ്ക്ക് എലിഷാമായും ജനിച്ചു. യറഹ്മേലിൻ്റെ സഹോദരനായ കാലബിൻ്റെ ആദിജാതനും സീഫിൻ്റെ പിതാവുമാണ് മരേഷ. മരാശയുടെ പുത്രൻ ഹെബ്രോൺ. ഹെബ്രോണിൻ്റെ പുത്രന്മാർ കോറഹ്, തപ്പുവ, റക്കേം, ഷേമ. ഷേമ റാഹാമിൻ്റെയും അവൻ യോർക്കയാമിൻ്റെയും പിതാവാണ്. റക്കേം ഷമ്മായിയുടെ പിതാവ്. ഷമ്മായിയുടെ പുത്രൻ മാവോൻ. മാവോൻ്റെ പുത്രൻ ബത്സൂർ, ഹാരാൻ, മോസ, ഗാസസ് എന്നിവർ കാലബിന് ഉപനാരിയായ ഏഫായിൽ ജനിച്ചു. ഗാസസിൻ്റെ പിതാവാണ് ഹാരാൻ. യഹ്ദായിയുടെ പുത്രന്മാർ രേഗം, യോധാം, ഗേഷാൻ, പേലത്ത്, എഫ, ഷാഫ്. മാഖ എന്ന ഉപനാരിയിൽ കാലബിന് ഷേബർ, തിർഹാന എന്നിവർ ജനിച്ചു. മത്മാനായുടെ പിതാവായ ഷാഫ് മക്ബേനായുടെയും ഗിബയായുടെയും പിതാവായ ഷേവ എന്നിവരും മാഖായിൽ ജനിച്ചു. കാലബിൻ്റെ പുത്രിയാണ് അക്സ. ഇവർ കാലബിൻ്റെ വംശപരമ്പരയിൽ പെടുന്നു. എഫ്രാത്തിൻ്റെ ആദിജാതനായ ഹൂറിൻ്റെ പുത്രന്മാർ കിരിയാത്ത് യയാറാമിൻ്റെ പിതാവ് ഷോബാൽ. ബേത് ലെഹമിൻ്റെ പിതാവ് സൽമ. ബേത് ഗാദാറിൻ്റെ പിതാവ് ഹാരഫ്, അർദ്ധമെനു, ഹോത്യർ, ഹരാവേ എന്നിവർ. കിരിയാത്ത് യയാറാമിൻ്റെ പിതാവായ ഷോബാലിൻ്റെ വംശത്തിൽപ്പെടുന്നു. കിരിയാത്ത് യയാറാമിൻ്റെ കുലങ്ങൾ ഇത്ര്യർ, പുത്യർ, ഷുമാത്യർ, മിഷ്രായർ. ഇവരിൽ നിന്ന് സൊറാത്യരും എഷ്താവോല്യരും ഉത്ഭവിച്ചു. ബേത്ലഹീം, നെതോഫാത്യർ, അത്രോത്ത്, ബെത്തിയോവാബ്, അർത്ഥമനഹാത്യർ, സോറിയർ എന്നിവർ സൽമ വംശജരാണ്. യാബസിൽ വസിച്ചിരുന്ന നിയമജ്ഞ കുലങ്ങൾ തിരാത്യർ, ഷിമേയാത്യർ, സുക്കാത്യർ. രേഖാബ് കുടുംബത്തിൻ്റെ പിതാവായ ഹമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാണ് ഇവർ.